നമസ്കാരം. PSC റവല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സിന്റെ ഒരു ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, പഠിച്ചു വന്നോളൂ. കൃത്യമായിട്ടുള്ള സിലബസ് കവറേജ് ആണ് നമ്മൾ ഈ ഒരു 3 മന്ത് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു വന്നോളൂ. അപ്പോൾ ഇന്ന് എക്കണോമിക്സിൽ നമ്മൾ നോക്കുന്നത് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അല്ലെ ഒരു 10 ഒരു 5 നമുക്കൊരു പഞ്ചവത്സര പദ്ധതി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും PSC ചോദിക്കുന്നത് അധികവും +1 ടെക്സ്റ്റ് ബുക്കിലെ ഡാറ്റയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ മുതൽ സ്റ്റേറ്റ്മെന്റ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു +1 ടെക്സ്റ്റ് ബുക്കും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നതും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ തന്നെ +1 ടെക്സ്റ്റ് ബുക്കിലെ ഡാറ്റയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. നമുക്ക് ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പഞ്ചവത്സര പദ്ധതിയിലോട്ട് പോകാം. എന്താണ് അപ്പോൾ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ? അല്ലേ, പഞ്ചവത്സര പദ്ധതി എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ? അതായത് ഒന്നുമില്ല, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ, പഞ്ചവത്സരമാണല്ലേ, അതായത് ഒരു 5 വർഷത്തേക്കുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതായത് ഒരു രാജ്യം ഒരു നിശ്ചിത കാലയളവിൽ നേടേണ്ട പൊതു ലക്ഷ്യങ്ങളാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത്. ഓക്കെ, ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായി വിശദീകരിക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? ഒരു രാജ്യത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായി വിശദീകരിക്കുന്നതാണ് എന്താ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു നിശ്ചിത കാലയളവിലേക്ക് നേടേണ്ട പൊതു ലക്ഷ്യങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പൊ അതായത് ഒരു നിശ്ചിത കാലയളവിലെ, ഇവിടെ നിശ്ചിത കാലയളവ് എന്ന് പറയുമ്പോഴേ പഞ്ചവത്സരമാണ്, അതായത് ഓരോ 5 വർഷത്തേക്കും ഒരു രാജ്യം നേടേണ്ട പൊതു ലക്ഷ്യങ്ങളായിരിക്കും ഇവിടെ പറയുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതി എന്താണെന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് അല്ലെ, ഇങ്ങനെ ഒരു പഞ്ചവത്സര പദ്ധതി എന്നൊരു ആശയം ആരുടെ മനസ്സിലാണ് ഉദിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അല്ലെ, നമ്മുടെ നെഹ്റു ആണ്. ഓക്കെ, അപ്പൊ പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് രൂപകൽപ്പന കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ രൂപകൽപ്പന ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആസൂത്രണ കമ്മീഷനാണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ആസൂത്രണ കമ്മീഷനാണ് അല്ലെ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്താണ് അല്ലെ, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1950 ആണ്. ഓക്കെ, അപ്പൊ 1950 ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെ. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് 1951 അല്ലെ. നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒക്കെ ആരംഭിക്കുന്നത് എന്നാണ്? 1951. അപ്പൊ അതിന്റെ തൊട്ട് അല്ലെ മുന്നത്തെ വർഷമായ 1950 എന്ത് ആസൂത്രണ കമ്മീഷൻ വന്നത്. അതായത് ആസൂത്രണ കമ്മീഷൻ വന്ന് അടുത്ത വർഷം തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് രൂപകൽപ്പനയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്ന് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവിലും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന്റെ വിശദീകരണം തന്നിട്ട് അത് ഏത് ലക്ഷ്യമാണെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഏത് രീതിയിലും നമുക്ക് ക്വസ്റ്റിനെ ഫേസ് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം പഠിച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. എന്തൊക്കെയാണത്? ഒന്ന്, സാമ്പത്തിക വളർച്ച അല്ലെ. എന്താണ് സാമ്പത്തിക വളർച്ച? നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ, അതായത് ഒരു രാജ്യം നേടേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഇവിടെ എന്താണ്? സാമ്പത്തിക വളർച്ചയ്ക്ക് അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് ആധുനികവൽക്കരണം അല്ലെ. രാജ്യം മാറുന്നതനുസരിച്ച് ടെക്നോളജി മാറേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആധുനികവൽക്കരണം എന്താണ്? ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെയാണ് സ്വാശ്രയത്വം, സമത്വം അല്ലെ. സ്വാശ്രയത്വവും സമത്വവും എന്താണ്? ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക വളർച്ചയുണ്ട്, ആധുനികവൽക്കരണമുണ്ട്, സ്വാശ്രയത്വമുണ്ട്, സമത്വമുണ്ട്. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കുക ലക്ഷ്യങ്ങള്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, പിന്നെ ബാക്കിയുള്ള 2 പഠിക്കാൻ എളുപ്പമാണ് അല്ലെ, സ്വാശ്രയത്വവും സമത്വവും. ഇനി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കിയെടുക്കാം എന്തൊക്കെയാണെന്ന്. പലപ്പോഴും ഇതിന്റെ വിശദീകരണം ചോദിച്ചിട്ട് ഇത് ഏത് ലക്ഷ്യമാണെന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ ആദ്യ ലക്ഷ്യമായ
സാമ്പത്തിക വളർച്ചയെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രാജ്യത്തിന്റെ ഗ്രോത്ത് ആണ് അല്ലെ. അതായത് ആ രാജ്യത്തിന്റെ ഗ്രോത്ത് ആണ്. ഇവിടെ എന്താണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്? ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ ആ ഒരു വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രാജ്യത്തിന്റെ ചരക്കിലെ ഗുഡ്സ് ആൻഡ് സർവീസ് അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ആ രാജ്യത്തിന്റെ ശേഷിയിലെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ കഴിവ് എന്താണ്? ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ GDP രൂപത്തിലാണ് കൊടുക്കാറുള്ളത് അല്ലെ. അതായത് GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, എന്താണ് GDP എന്ന് പറഞ്ഞാൽ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അതായത് ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ മൂല്യമാണ് എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ രാജ്യം അല്ലെ ഏതൊക്കെ രീതിയിലായിരിക്കും? നമുക്കറിയാം രാജ്യത്തിന്റെ സമ്പദ്ഘടനയിലെ മൂന്ന് രീതിയിലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അല്ലെ. അതായത് ഒരു പ്രാഥമിക മേഖലയുണ്ട്, അതുപോലെ തന്നെ ഒരു ദ്വിതീയ മേഖലയുണ്ട്, അതുപോലെ തന്നെ ഒരു തൃതീയ മേഖലയുണ്ട്. അപ്പൊ ഈ മൂന്ന് മേഖലയിൽ നിന്ന് കിട്ടുന്ന സംഭാവനയാണ് നമ്മുടെ GDP ആയിട്ട് കണക്കാക്കുന്നത് അല്ലെ. അതായത് മൂന്ന് മേഖല എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് എന്താ? കാർഷിക മേഖല എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മേഖല അല്ലെ. അതായത് നമ്മുടെ കാർഷികവുമായി ബന്ധപ്പെട്ട അല്ലെ കാർഷികം അതുപോലെ തന്നെ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്, പ്രാഥമിക മേഖലയിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇൻഡസ്ട്രിയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എവിടെ വരുന്നത്? നമ്മുടെ ദ്വിതീയ മേഖലയിൽ വരുന്നത്. പിന്നെ തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? സേവനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അതായത് നമ്മുടെ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ എന്താണ്? നമ്മുടെ സേവന മേഖലയിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു മൂന്ന് മേഖലയാണ് നമ്മുടെ ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മൂന്ന് മേഖലയിൽ നിന്ന് കിട്ടുന്ന അല്ലെ മൂന്ന് മേഖലയിൽ നിന്ന് കിട്ടുന്ന സംഭാവനയാണ് എന്താ? GDP ഉൾപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സാമ്പത്തിക വളർച്ച എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആധുനികവൽക്കരണമാണ് അല്ലെ. ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ ആണ് അല്ലെ. അതായത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവമാണ്. ഓക്കെ, അപ്പൊ രാജ്യമല്ലേ ഓരോ വർഷം കൂടുന്തോറും എന്താണ് നമ്മൾ മോഡേണൈസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യത്തിൽ വരുന്നതാണ്. അപ്പം ആധുനികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പുത്തൻ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവമാണ്. അടുത്ത ഒരു ലക്ഷ്യമാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. എന്താണ്? സ്വാശ്രയത്വം. എന്താണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്തിന് അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തോ ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യാവുന്നതാണ്? ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് അല്ലെ. ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പൊ സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ആ ഒരു രാജ്യത്തിന് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ അവരുടെ വിഭവങ്ങൾ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം അല്ലെ? ഇമ്പോർട്ട് ചെയ്യാം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അവർക്ക് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യുക? കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഇതും എന്താണ്? നമ്മുടെ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ്. ലാസ്റ്റ് വൺ ആണ് സമത്വം അല്ലെ. സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? സമത്വം എന്ന് പറഞ്ഞാൽ സമത്വമായിട്ടുള്ളത്, അതായത് അസമത്വമില്ലാതെ, അതായത് എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വികസനമാവണം രാജ്യത്തിന് വേണ്ടത് അല്ലെ. അതായത് അസമത്വം ഒഴിവാക്കി എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഉള്ള വികസനമാണ്. അതായത് ഓരോരുത്തരെയും വ്യത്യസ്തമായി കാണാതെ എല്ലാവർക്കും വിഭവങ്ങൾ എത്തുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഓരോ പ്ലാനും തയ്യാറാക്കേണ്ടത് അല്ലെ. ഓരോ പദ്ധതികളും തയ്യാറാക്കേണ്ടത്. ഇതൊക്കെ എന്താണ്? നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് അല്ലെ? സാമ്പത്തിക വളർച്ചയുണ്ട്, പിന്നെന്താണ്? മോഡേണൈസേഷനിലെ ആധുനികവൽക്കരണമുണ്ട്, സ്വാശ്രയത്വം, സമത്വം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് നേരെ നമ്മുടെ പ്രധാന പഞ്ചവത്സര പദ്ധതിയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആസൂത്രണ കമ്മീഷൻ 1950 വന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യത്തെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് എന്നാണ്? തൊട്ടടുത്ത വർഷമായ 1951 നമ്മൾ പറഞ്ഞു ഓരോ 5 വർഷം കൂടുമ്പോഴാണ് എന്താ പഞ്ചവത്സര പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നത് അല്ലെ, ആസൂത്രണ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? 1951 തുടങ്ങിയിട്ട് 5 വർഷം അല്ലെ. അതിനോട് 5 കൂട്ടിയാൽ എത്രയായി? 1956 അപ്പൊ ഇതാണ് അതിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. 1951 മുതൽ 56 വരെ അല്ലെ. ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ നെഹ്റു പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1951
ഡിസംബർ 8-നാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. എന്നാണ് 1951 ഡിസംബർ 8-ലാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റ് ആണ് ഏപ്രിൽ 1 എന്ന് പറയുന്നത് അല്ലെ. 1951 ഏപ്രിൽ 1-നാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത്. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് എന്നാണ് 1951 ഏപ്രിൽ 1 അല്ലെ. നമുക്ക് ഏപ്രിൽ 1 പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ സാമ്പത്തിക വർഷമൊക്കെ ആരംഭിക്കുന്നത് എന്നാണ് അല്ലെ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ പഞ്ചവത്സര പദ്ധതിയും ആരംഭിച്ചത് എന്നാണ് ഏപ്രിൽ 1-നാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ ഏത് മാതൃക എന്നാണ് അറിയപ്പെടുന്നത് ചോദിക്കാറുള്ളതാണ്. ഏത് മാതൃകയാണത്? ഹരോൾഡ് ഡോമർ മാതൃകയാണ്. എന്താണ്? ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് KN രാജ്. ഓക്കെ. ആരാണ്? KN രാജ്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി എന്ന് ചോദിച്ചാൽ അതാരാണ്? KN രാജാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക എന്ന് പറയുന്നത് ഏതാണ്? ഹരോൾഡ് ഡോമർ മാതൃകയാണ്. 1951 ഏപ്രിൽ 1-നാണ് ഇത് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ആമുഖം ആരാണ് തയ്യാറാക്കിയത്? KN രാജാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഒരു 5 വർഷത്തിൽ, അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് തന്നെ എന്നാണ് 1951 മുതൽ 56 വരെയാണ് അല്ലെ. ഈ ഒരു 5 വർഷത്തിൽ രാജ്യം നേടേണ്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അല്ലെ? നമ്മുടെ പ്രധാനപ്പെട്ട പ്രാഥമിക മേഖലയായ കാർഷിക മേഖലയുടെ വികസനമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അല്ലെ കാർഷിക മേഖല വികസിച്ചാലേ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കാർഷിക മേഖല അവർ ആദ്യം തന്നെ പ്രാമുഖ്യം കൊടുത്തത് എന്തിനായിരുന്നു? കൃഷിക്കായിരുന്നു അല്ലെ. അപ്പൊ ഒന്നാമത്തേതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയുടെ വികസനമാണ് അല്ലെ. അതുപോലെ തന്നെ ജലസേചനവും അല്ലെ. നമുക്കറിയാം കൃഷിയാണെങ്കിൽ അവിടെ ജലസേചനവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുടെ വികസനവും അതുപോലെ തന്നെ ജലസേചനവും ഒക്കെ എന്തായിരുന്നു? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് CDP, UGC അതൊക്കെ നിലവിൽ വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് CDP എന്നാ വന്നത്, UGC എന്നാ വന്നത് എന്നല്ലേ. അപ്പൊ ഇത് രണ്ടും കൃത്യമായിട്ട് ആ ഡേറ്റും അല്ലെ വർഷം നമുക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഓൾറെഡി എല്ലാ പഞ്ചവത്സര പദ്ധതിന്റെ കാലയളവ് കിട്ടും. അപ്പൊ നമുക്ക് കറക്റ്റ് കണക്ട് ചെയ്തിട്ട് വെച്ച് ഓർത്തെടുക്കാവുന്നതാണ്. അപ്പൊ CDP വന്നത് എന്നാന്ന് ഓർത്ത് വെച്ചേക്കുക. 1952 ഒക്ടോബർ 2 അല്ലെ. ഗാന്ധി ജയന്തിന്റെ എന്നാണ് CDP വരുന്നത് അല്ലെ. CDP എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഓക്കെ. അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് CDP എന്ന് പറയുന്നത്. അത് 1952 ഒക്ടോബർ 2 അല്ലെ. ഗാന്ധി ജയന്തിന്റെ അന്നാണ് അത് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് UGC അല്ലെ. എന്താണ് UGC? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് അല്ലെ. അപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1953-ലാണ്. അപ്പൊ അതും ചോദിക്കാറുണ്ട് ഡേറ്റ് ഒക്കെ. UGC നിലവിൽ വന്ന വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? 1953-ആണ്. അപ്പൊ CDP 52-ഉം UGC 53-ആണ്. അപ്പൊ ഇത് രണ്ടും അല്ലെ ഏത് പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടല്ലേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെയുള്ള ഒരു കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ CDP-യും UNGC ഒക്കെ വന്നത് എന്നാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അല്ലെ അവര് ഉന്നം വെച്ച ലക്ഷ്യം എന്ന് പറഞ്ഞത് എത്രയാണ്? അതായത് ആ ഒരു 5 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട അല്ലെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 2.1%. ഓക്കെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2.1% അവര് എന്ത് ചെയ്യുന്നത്? ലക്ഷ്യം വെച്ച സാമ്പത്തിക വളർച്ച. എന്നാൽ എന്താ സംഭവിച്ചത് അല്ലെ? 5 വർഷമായപ്പോൾ അവർ നേടിയെടുത്തത് 3.6% അല്ലെ. എന്താണ്? 3.6%. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ, തുടക്കമല്ലേ. അതുകൊണ്ട് വളരെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ അവർ ലക്ഷ്യം വെച്ചതിനേക്കാളും കൂടുതൽ അവർക്ക് നേടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നമ്പേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ 2.1 അല്ലേ. അപ്പൊ 2.1% ആണ് അവർ ലക്ഷ്യം വെച്ചത്. അതായത് അവരുടെ ആ ഒരു സാമ്പത്തിക വളർച്ച ആ ഒരു 5 വർഷം കൊണ്ട് നേടേണ്ട ഗ്രോത്തിൽ എത്രയാവണമെന്നാ പറഞ്ഞത്? 2.1 ആണ് ലക്ഷ്യം വെച്ചത്. എന്നാൽ നേടിയെടുത്തത് എത്രയാണല്ലേ? 3.6% വരെ നേടിയെടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഒന്നാം പദ്ധതി ക്ലിയർ അല്ലേ?
അതായത് 1951 തുടങ്ങി 56 വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. നെഹ്റു ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് 51 ഡിസംബർ 8-നാണ്. അത് നിലവിൽ വരുന്നത് 51 ഏപ്രിൽ 1-നാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നതും ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിന്റെ ആമുഖം തയ്യാറാക്കിയത് KN രാജ് ആണ് അല്ലെ. ആമുഖം തയ്യാറാക്കിയ മലയാളിയാണ് KN രാജ് എന്ന് പറയുന്നത്. ഇത് ലക്ഷ്യം വെച്ചത് എന്തിനായിരുന്നു? കാർഷിക മേഖലയുടെ വികസനവും ജലസേചനവും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിലവിൽ വന്നതാണ് CDP-യും UGC-യും. CDP ആണെങ്കിൽ 1952 ഒക്ടോബർ 2-ആണ്. UGC ആണെങ്കിൽ 1953-ആണ്. ആ വർഷം കൂടി ഓർത്തു വെച്ചേക്കാം. ലക്ഷ്യം വെച്ചത് എത്രയായിരുന്നു? 2.1% എന്നാൽ നേടിയത് എത്രയാണ്? 3.6%. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പദ്ധതിയിലോട്ട് പോകാം. രണ്ടാമത്തെ പദ്ധതിയിലെ നേരെ അടുത്ത 5 വർഷം, അതായത് 56-ൽ അവസാനിച്ചത് അല്ലെ. 56 മുതൽ പിന്നീട് അങ്ങോട്ട് 5 വർഷം 61 വരെ അല്ലെ. 56-നോട് 5 കൂട്ടി എത്രയാണ്? 61-ആണ്. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തത് 51 മുതൽ 56 വരെ, പിന്നെ എത്രയാണ്? 56 മുതൽ 61 വരെയാണ്. അപ്പൊ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതും ഒരു വേറൊരു പേരിലാണ് അറിയപ്പെട്ടത് അല്ലെ. ഏതാണത്? മഹലനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 2-ആണ് അല്ലെ. അപ്പൊ ഹരോൾഡ് ഡോമർ ആണെങ്കിൽ 1-ആണ്. മഹലനോബിസ് മോഡൽ എന്ന് പറയുന്നത് ഏതാണ് ചോദിച്ചാൽ ഏതാണത്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇവിടെ അവർ എന്തിനാണ് ലക്ഷ്യം വെച്ചത്? ഇവിടെ എന്തിനാണ് ലക്ഷ്യം വെച്ചത് അല്ലെ? വ്യാവസായിക വികസനമാണ് അല്ലെ. നമ്മൾ ആദ്യത്തത് പറഞ്ഞത് ഏതാണ്? പ്രാഥമിക മേഖലയായിട്ടുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അതിൽ ഭയങ്കര വലിയ സാമ്പത്തിക വളർച്ച വലിയ മാറ്റം ഉണ്ടായി. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അവർ എന്തിനാണ് ഊന്നൽ വെച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാവസായിക വികസനമാണല്ലേ. അതായത് നമ്മുടെ സെക്കൻഡറി അല്ലെ, അതായത് ദ്വിതീയ മേഖലയായ വ്യാവസായികവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു വികസനമാണ് ഈ ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ അവര് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യവസായികമായതുകൊണ്ട് തന്നെ ഭിലായി, റൂർക്കേല അല്ലെ, അങ്ങനത്തെ അത്തരം വ്യവസായശാലകളൊക്കെ നിലവിൽ വന്നത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലെ. ഏതൊക്കെയാണ്? ഭിലായി, റൂർക്കേല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്റ്റീൽ പ്ലാന്റുകളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നിലവിൽ വന്നത്, അതായത് ഭിലായും റൂർക്കേലയും കേട്ടോ, കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം, മാറിപ്പോകരുത്. ഒരുപാട് സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്. അതിൽ ഭിലായി, റൂർക്കേല നിലവിൽ വന്നത് എന്നാ ചോദിച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലെ. വർഷം ഏതായിരുന്നു? വർഷം അതും ഇമ്പോർട്ടന്റ് ആണ്. 1959-ലാണ് ഭിലായി, റൂർക്കേലൊക്കെ നിലവിൽ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ 59 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ലേ. 59 എന്ന് പറയുന്നത് 56-ഉം 61-ന്റെ ഇടയിലല്ലേ. അപ്പൊ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആലോചിക്കാം? രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനത്തിനാണ് എന്ത് കൊടുക്കുന്നത് അല്ലെ, ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ് അല്ലെ, വ്യവസായ ശാലകളാണ്. അപ്പൊ ഭിലായും റൂർക്കേലൊക്കെ എന്താണ് ഈ ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത് എന്നോർക്കാം. അതുപോലെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് നാഷണൽ ഹൈവേ ആക്ട് പാസ്സായത്. അതും ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ ആക്ട് 1956-ലെ നാഷണൽ ഹൈവേ ആക്ട് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പാസ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലെ. വർഷം ഏതാണ് ചോദിച്ചാൽ 1956-ആണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. എന്നാണ്? 1956-ലാണ് നാഷണൽ ഹൈവേ ആക്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഇതിന്റെ അവർ ലക്ഷ്യം വെച്ചത് എത്രയായിരുന്നു? സാമ്പത്തിക വളർച്ച എത്ര ഉണ്ടാവണം എന്നാണ് ലക്ഷ്യം വെച്ചത് അല്ലെ. അപ്പൊ ഒന്നാമത്തത് ഭയങ്കര വിജയമായത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? കുറച്ചും കൂടി കൂട്ടിയിട്ട് അങ്ങ് ലക്ഷ്യം വെക്കാൻ തുടങ്ങി അല്ലെ. അതായത് 4.5% എന്ത് ചെയ്തു അവര്? ഇത്രയും വേണം അല്ലെ, ഇത്രയും ഉണ്ടാവണം സാമ്പത്തിക വളർച്ച എന്ന് എന്ത് ചെയ്തു? പ്ലാൻ ചെയ്യാൻ തുടങ്ങി അല്ലെ. എത്ര വേണം? 4.5. എന്നാൽ എന്താ സംഭവിച്ചത് അല്ലെ? ആ പദ്ധതി അവസാനിക്കാറായപ്പോൾ നമുക്ക് എത്രയാണ് അവിടുത്തെ സാമ്പത്തിക വളർച്ച കിട്ടിയത് അല്ലെ? ഏകദേശം അതിന്റെ അടുത്ത് തന്നെയാണ് എത്തിയത്. എന്നാൽ എന്ത് ചെയ്തിട്ടില്ല? അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ ഒപ്പം എത്താനായിട്ട് സാധിച്ചിട്ടില്ല. 4.2%. അതായത് ലക്ഷ്യം വെച്ചതിനേക്കാളും കൂടുതൽ നേടാനായിട്ട് പറ്റിയിട്ടില്ല. ഏകദേശം അതിന്റെ അടുത്ത് അല്ലെങ്കിൽ അതിന്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ടില്ല. ലക്ഷ്യം വെച്ചതിനേക്കാൾ കൂടുതൽ കടന്നിട്ടില്ല. അപ്പൊ 4.5% പക്ഷെ കിട്ടിയത് എത്രയാണ്? 4.2%. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെയാണ്. മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ വ്യാവസായിക വികസനത്തിനാണ് ഇത് ഊന്നൽ നൽകിയത്. ആ സമയത്താണ് ഭിലായി, റൂർക്കേല വ്യാവസായിക പ്ലാന്റുകളൊക്കെ നിലവിൽ വരുന്നത്. പിന്നെ നാഷണൽ ഹൈവേ ആക്ടിലെ 1956-ലെ നാഷണൽ ഹൈവേ ആക്ട് പാസ് ചെയ്യുന്നതും ഈ ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
ഓക്കെ, ഇനി അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. വീണ്ടും അല്ലെ 56 മുതൽ 61 കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് 5 വർഷം 61 മുതൽ 66 5 വർഷങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി. 61 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഈ ഒരു പഞ്ചവത്സര പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷ്യം വെച്ചത് എന്ന് ചോദിച്ചാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതുപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയായിരുന്നു. എന്താണ് ചോദിക്കാറുള്ളതാണ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പൊ അതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ ഒരു പഞ്ചവത്സര പദ്ധതി വലിയൊരു പരാജയമായിരുന്നു. എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലേ, 61, 66 ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായത് അല്ലെ. നമ്മൾ 62 ഇന്ത്യ പാക് യുദ്ധം, ഇന്ത്യ പാക് യുദ്ധം, 65 ഇന്ത്യ ചൈന യുദ്ധം ഒക്കെ ഉണ്ടായത്. അല്ല സോറി, 62 ഇന്ത്യ ചൈന യുദ്ധവും 65 ഇന്ത്യ പാക് യുദ്ധമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയൊന്നും അല്ലെങ്കിൽ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക, ഇവര് ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു, ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെ, ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയായിരുന്നു. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, അതേതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ വന്നത് 5 വർഷത്തേക്കായിരുന്നില്ല അല്ലെ. അപ്പൊ അത്യാവശ്യം അല്ലെ സാമ്പത്തികമായിട്ട് ഭയങ്കര തകർച്ച നേരിട്ട ഒരു സമയമാണ് അല്ലെ, യുദ്ധങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് 5 വർഷത്തേക്ക് ഒരു പ്ലാൻ പിന്നെ ചെയ്തില്ല. ഒരു 3 വർഷത്തേക്കുള്ള പ്ലാൻ ഹോളിഡേ ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു 3 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ ആണ് അവർ റെഡിയാക്കിയത്. അത് പ്ലാൻ ഹോളിഡേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ദിരാഗാന്ധി സർക്കാരായിരുന്നു ആ സമയത്ത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക, പ്ലാൻ ഹോളിഡേ ആരായിരുന്നു, ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ ആ സമയത്ത്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ അത് ഏതാ വർഷം ചോദിച്ചാൽ 66 അവസാനിച്ചത്. 3 വർഷം എന്ന് പറയുമ്പോൾ 66 മുതൽ 69 വരെയാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക, 66 മുതൽ 69 വരെയാണ് എന്താ, പ്ലാൻ ഹോളിഡേ. അങ്ങനെയായിട്ടും ചോദിക്കാറുണ്ട്, പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം എന്ന് ചോദിച്ചാൽ എത്രയാണ്, 66 മുതൽ 69 വരെയാണ്. ഓക്കെ, പിന്നെ അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതിയിലോട്ടാണ് പോകുന്നത്. നാലാം പഞ്ചവത്സര പദ്ധതി പിന്നീട് എത്രയാണ് അല്ലെ, ഈ 69 മുതൽ വീണ്ടും ഒരു 5 വർഷത്തേക്ക് തന്നെയാണ് സാധാരണ അല്ലെ, നമ്മുടെ പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ 5 വർഷത്തേക്ക് വീണ്ടും കൊണ്ടുവന്നു. അത് എത്രയാണ്, 69 മുതൽ 5 വർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 74 ആണ് അല്ലെ. 69 കൂടി 5 കൂട്ടി എത്രയാ, 74. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒരു പ്ലാൻ ഹോളിഡേ എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ 5 കൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ അത് ഉത്തരം തെറ്റും. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ പ്ലാൻ ഹോളിഡേയും അതുപോലെ തന്നെ റോളിംഗ് പ്ലാൻ ഒക്കെ ഇടയിൽ വരുന്നുണ്ട്. അപ്പൊ അതിന് 5 വർഷം ഉണ്ടായിരിക്കില്ല. അത് എത്രയാണ്, പ്ലാൻ ഹോളിഡേ ആണെങ്കിൽ 3 വർഷമാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, 66 മുതൽ 69 വരെയാണ്. അപ്പൊ അതിനുശേഷം വന്ന നാലാം പഞ്ചവത്സര പദ്ധതി അല്ലെ, 69 നിന്നാണ് തുടങ്ങേണ്ടത് അല്ലെ. 69 മുതൽ 5 വർഷം എന്ന് പറഞ്ഞാൽ 1974 ആണ് അല്ലെ. 69 + 5 എന്ന് പറഞ്ഞാൽ എത്ര, 74 ആണ്. അപ്പൊ 1969 മുതൽ 74 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാന ലക്ഷ്യം വെച്ചത് അവരെന്താണ്, ഇവിടെ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചത് അല്ലെ, ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർച്ചയൊക്കെ നേരിട്ട സമയമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു സ്ഥിരത കൂടി അല്ലെ, അല്ലെങ്കിൽ സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ചയാണ് ലക്ഷ്യം വെച്ചത്. ഓക്കെ, അപ്പൊ നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് എന്താണ്, സ്ഥിരതയോട് കൂടിയിട്ടുള്ള ഒരു വളർച്ചയാണ് അല്ലെ. അപ്പൊ അതിന്റെ മുന്നേ ഉണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇനിയൊരു സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച ഉണ്ടാവണമെന്ന്. അങ്ങനെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയിൽ എന്ത് ചെയ്തത്, അവർ പ്രധാന ലക്ഷ്യമായിട്ട് വെച്ചത് എന്താണ്, സ്ഥിരതയോട് കൂടിയ വളർച്ചയാണ്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ഗാഡ്ഗിൽ മാതൃക എന്ന പേരിലാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി ചോദിച്ചാൽ ഏതാണത്, അത് നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ അല്ലേ, നമ്മുടെ ബാങ്ക് നാഷണലൈസേഷൻ അല്ലെ, ബാങ്ക് ദേശസാൽക്കരണം നടന്നതും ഈ ഒരു പദ്ധതി കാലഘട്ടത്തിലാണ്. 1969 ആദ്യത്തെ 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തത്. അപ്പൊ അതൊക്കെ ഏത് സമയത്തായിരുന്നു, ഈ ഒരു നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം നമുക്ക് പഠിച്ചെടുത്താൽ മതില്ലേ. അതെന്നാണ്, 1969 14 ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്. അപ്പൊ ആ 69 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാം അല്ലെ, അത് ഏത് പദ്ധതിയാണ് നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലെ. ഇപ്പൊ നാലാം പഞ്ചവത്സര പദ്ധതിയാണ് 69 മുതൽ 74 വരെ. അപ്പൊ ആ ഒരു സമയത്താണ് എന്താ ഈ ഒരു ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ലല്ലേ, പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഫ്ലഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു എന്താ, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് അല്ലെ. NDDB നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്ത്, ഓപ്പറേഷൻ ഫ്ലഡ്. അതുപോലെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, NDDB സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1965 ആണ് കേട്ടോ. 1965 അത് ചോദിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെ, ഇതിനോട് 5 കൂട്ടിയാൽ 1970. ഓക്കെ, അപ്പൊ 1970 ഓപ്പറേഷൻ ഫ്ലഡ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ആരാണ് ഓപ്പറേഷൻ ഫ്ലഡ് നടത്തിയിട്ടുള്ളത്? NDDP ആണ് കേട്ടോ. NDDP എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. അപ്പൊ അവര് നടത്തിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെ, പാലുൽപാദനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ 1965 NDDP-യും 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ ഏത് പദ്ധതി കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അവർ ലക്ഷ്യം വെച്ചത് എന്താണ്? സ്ഥിരതയോട് കൂടിയ വളർച്ചയാണ്. ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബാങ്ക് ദേശസാൽക്കരണം നടത്തുന്നതൊക്കെ 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ഇവർ ലക്ഷ്യം വെച്ച ഗ്രോത്ത് എന്ന് പറയുന്നത് 5.6%. ഓക്കെ, എത്രയായിരുന്നു? 5.6%. പക്ഷെ കൈവരിക്കാൻ പറ്റിയില്ല. എത്രയേ കിട്ടിയുള്ളൂ? 3.3% മാത്രമേ അവര് വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുള്ളൂ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ഒന്ന് 5.6 ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെ അത്രയൊന്നും നേടാനായിട്ട് ആ ഒരു പദ്ധതിയിൽ പറ്റിയില്ല. 3.3% ഒക്കെ നേടാനായിട്ടേ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അടുത്തതാണ് 5ാം പഞ്ചവത്സര പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു ഭാഗം കൂടിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി അല്ലെ. വീണ്ടും 5 വർഷം, അതായത് 74 അവസാനിച്ചത് വീണ്ടും അങ്ങോട്ട് കൂട്ടുമ്പോൾ 78 അല്ലെ. പക്ഷെ നമ്മൾ ഓർത്തിരിക്കണം, ഇവിടെ എന്താണ്? 78 ഉള്ളൂ അല്ലെ, അതായത് 5 വർഷം ഇല്ല. ഓക്കെ, അതായത് 4 വർഷം ഉള്ളൂ അല്ലെ. 1974 മുതൽ 78 വരെയാണ് ഈ ഒരു പദ്ധതി. അപ്പൊ ഒരു വർഷം എവിടെ പോയി? ഒരു വർഷം എവിടെയും പോയിട്ടില്ല. എന്ത് ചെയ്തു അല്ലെ? 4 വർഷം ആയപ്പോ തന്നെ ആ പദ്ധതി അവിടെ അവസാനിച്ചു. ഗവൺമെന്റ് മാറി, ജനതാ ഗവൺമെന്റ് വന്നു അല്ലെ. മൊറാർജി ദേശായിയുടെ കാലഘട്ടമായി. ആ സമയത്ത് എന്ത് ചെയ്തു? അവര് വേറൊരു പ്ലാൻ ആയിട്ടാണ് വന്നത്. അപ്പൊ അത് നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 74 മുതൽ 78 വരെയാണ്. അപ്പൊ ചോദിക്കാറുണ്ട് കാലാവധി അല്ലെ, കാലാവധി പൂർത്തിയാക്കാത്ത പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഗരീബി ഹഠാവോ അല്ലെ, എന്താണ്? ദാരിദ്ര്യം തുടച്ചു മാറ്റപ്പെടുക, അതാണ് ആ ഒരു മുദ്രാവാക്യത്തിന്റെ അർത്ഥം. അപ്പൊ അത് ആരുടെ മുദ്രാവാക്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടേതാണ്. ആരുടേതാണ്? ഇന്ദിരാഗാന്ധിയുടേത്. അല്ലെങ്കിൽ ചോദിക്കാം ഗരീബി ഹഠാവോ അല്ലെ, ഈ മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം അത് 5 ആണ്. 5 എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു മുദ്രാവാക്യം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഗരീബി ഹഠാവോ അല്ലെ, അതായത് ദാരിദ്ര്യം തുടച്ചു മാറ്റപ്പെടുക എന്നതാണ് ആ ഒരു മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് ആരുടേതാണ്? ഇന്ദിരാഗാന്ധിയുടേതാണ്. പിന്നെ മറ്റു ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജോലിക്ക് കൂലി ഭക്ഷണമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു പദ്ധതി കാലത്താണ്. ഓക്കെ, അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ജോലിക്ക് കൂലിയായിട്ട് എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്? ഭക്ഷണം കൊടുക്കണം എന്നതൊക്കെ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ഇന പ്രോഗ്രാം അല്ലെ, 21 പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്നതൊക്കെ ആരംഭിച്ചത് ഈ ഒരു പദ്ധതി കാലഘട്ടത്തിലാണ്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ICDS അല്ലെ. ICDS നിലവിൽ വന്നതും ഈ ഒരു സമയത്താണ്. 1975 ഒക്ടോബർ 2 അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ICDS അല്ലെ, എന്താണ് ICDS എന്ന് പറഞ്ഞാൽ? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമാണ്. അപ്പൊ അതൊക്കെ വന്നത് ഏത് സമയത്താണ്? ഈ ഒരു 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? ഒന്ന്, പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വെക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഗരീബി ഹഠാവോ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യം ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ മുദ്രാവാക്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടേതാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനാണ് നമ്മൾ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ ജോലിക്ക് കൂലി ഭക്ഷണമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതും ഈ ഒരു പദ്ധതി കാലത്തിലാണ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയാണ് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ 20 ഇന പ്രോഗ്രാം ഒക്കെ ആരംഭിച്ചതും ഈ ഒരു പദ്ധതി കാലത്താണ്. വളരെ പ്രധാനപ്പെട്ട ICDS അല്ലെ, ICDS നിലവിൽ വന്നതും ഈ ഒരു സമയത്താണ്. അത് പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, കാലാവധി പൂർത്തിയാകാത്ത പദ്ധതി എന്ന് ചോദിച്ചാലും ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. പിന്നീട് നമ്മൾ പറഞ്ഞു 4 വർഷമേ ഒരു പദ്ധതി ഉണ്ടായിട്ടുള്ളൂ അല്ലെ. അപ്പൊ പിന്നീട് അങ്ങോട്ട് 78 മുതൽ 80 വരെ അല്ലെ, നമ്മൾ പറഞ്ഞു ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും എന്ത് ചെയ്തു? അവര് ഒരു 5 വർഷത്തേക്ക് എന്നുള്ളതിന് പകരം എന്ത് ചെയ്തു? ഒരു റോളിംഗ് പ്ലാൻ ആയിട്ട് 2 വർഷത്തേക്കുള്ള ഒരു പ്ലാനാണ് അവർ കൊണ്ടുവന്നത്.
ഓക്കെ, അപ്പൊ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ്. അതായത് 78-ൽ അവസാനിച്ച അല്ലെങ്കിൽ അവസാനിപ്പിച്ച ആ ഒരു പദ്ധതി പിന്നീട് തുടങ്ങുന്നത് 2 വർഷത്തേക്കുള്ള റോളിംഗ് പ്ലാൻ ആയിട്ടാണ്, 78 മുതൽ 80 വരെ. അപ്പൊ ചോദിക്കാറുണ്ട് ഈ റോളിംഗ് പ്ലാൻ അല്ലെ, റോളിംഗ് പ്ലാനിന്റെ ശില്പി അല്ലെങ്കിൽ ഈ ഒരു ആശയം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഗുണ്ണാർ മിർദാൽ എന്നൊരു വ്യക്തിയുടേതാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ഗുണ്ണാർ മിർദാലിന്റേതാണ് റോളിംഗ് പ്ലാൻ എന്നുള്ള ഒരു സങ്കല്പം. അതുപോലെ തന്നെ ഈ സമയത്തിലെ ആരായിരുന്നു? മൊറാർജി ദേശായി ആണ്, ജനതാ ഗവൺമെന്റ് ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ദെൻ വീണ്ടും എന്ത് ചെയ്തു? 5 വർഷം വീണ്ടും തുടങ്ങി. 6-ാം പഞ്ചവത്സര പദ്ധതിയിലോട്ട് വരികയാണ്. ഏതാണ്? 1980-ൽ അവസാനിച്ച റോളിംഗ് പ്ലാൻ വീണ്ടും ഒരു 5 വർഷത്തേക്കിലെ 80 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിൽ 6-ാം പഞ്ചവത്സര പദ്ധതി വീണ്ടും വന്നു. ഇവിടെ ഇവരെ ലക്ഷ്യം വെച്ചത് എന്താന്ന് ചോദിച്ചാൽ കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. അപ്പൊ എന്താണ് അല്ലെ? കാർഷികവും വ്യവസായം, നമുക്കറിയാം കാർഷികം മാത്രമാണെങ്കിൽ ഏതാണ്? അത് 1-ാം പദ്ധതിയാണ്. വ്യവസായികം മാത്രമാണെങ്കിൽ എന്താണ്? അത് 2-ാം പദ്ധതിയാണ്. ഇവിടെ 6-ാമത്തെ പദ്ധതിയിൽ അവരുടെ ലക്ഷ്യം വെച്ചത് കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ, എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ആയിരുന്നു ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇത് ചോദിക്കുന്നതാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം, ചോദിക്കാറുള്ളതാണ്. അതുപോലെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് NREP, RLEGP, IRDP. ഇതൊക്കെ നിലവിൽ വന്നത് ഈ ഒരു 6-ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. കേൾക്കുമ്പോൾ കുറച്ചൊരു എന്താണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇവിടെ NREP, RLEGP, IRDP എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ എന്തുണ്ട്? ആർ എന്ന് പറയുന്നില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം, 6-ാം പഞ്ചവത്സര പദ്ധതിയാന്ന് ഓർത്ത് വെക്കാം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് RLEGP-യോ അതോ NREP-യോ ഏതോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇത് 6-ാം പദ്ധതിയിലാണ് ഉൾപ്പെടുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. NREP, RLEGP, IRDP ഒക്കെ 6 വെച്ചിട്ടല്ലേ 6 ഉള്ളതല്ലേ. അതുകൊണ്ട് തന്നെ 6-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ ഉൾപ്പെടുന്നത്. NREP എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ RLEGP എന്ന് പറഞ്ഞാൽ എന്താ? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ IRDP എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് അല്ലെ. ഇതൊക്കെ എന്താണ്? ഓരോരോ സ്കീമുകളാണ്. ഇതൊക്കെ നിലവിൽ വന്നത് ഈ ഒരു 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അടുത്തത് 7-ാം പദ്ധതിയാണ്. 7-ലെ വീണ്ടും 5 വർഷം, 85-ൽ അവസാനിച്ചത് അല്ലെ. 85 മുതൽ 90 വരെയാണ് 7-ാം പദ്ധതി എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ലക്ഷ്യം വെച്ചത് എന്ന് ചോദിച്ചാൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ആധുനികവൽക്കരണവും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനവുമാണ് 7-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. അപ്പൊ ചോദിച്ചിട്ടുണ്ട് ആധുനികവൽക്കരണം ലക്ഷ്യമാക്കിയ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണത്? 7-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ഏതാണ്? ആധുനികവൽക്കരണം ഏതാണ്? 7-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനവൊക്കെ ലക്ഷ്യം വെച്ചത് എന്താണ്? ഏഴാമത്തെ പദ്ധതിയാണ്. അതുപോലെ ഓർത്തിരിക്കേണ്ട വേറൊരു സ്കീമാണ് JRY അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇവിടെയും ഒരു 6 ഇല്ലേന്ന്. അപ്പൊ നിങ്ങൾ JRY എവിടെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. അത് 7-ലാണ്. ഈ JRY എന്ന് പറഞ്ഞാൽ എന്താ? ജവഹർ റോസ്ഗാർ യോജനയാണ്. ഈ JRY എന്ന് പറയുന്നത് നമ്മുടെ NREP-യും RLEGP ഉണ്ടല്ലോ, അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? JRY എന്ന് പറയുന്ന ജവഹർ റോസ്ഗാർ യോജന ഉണ്ടായത്. ഇതൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ പദ്ധതികളാണ് കേട്ടോ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ. അത് ഓർത്ത് വെച്ചേക്കണം. ഈ NREP-യും RLEGP-യും കൂടി ചേർന്നിട്ടല്ലേ അതെന്ത് ചെയ്തു? ചേർന്നിട്ട് JRY എന്ന് പറയുന്ന ഒരൊറ്റ സ്കീമായി മാറി. അത് നിലവിൽ വന്നത് 7-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. അപ്പൊ എല്ലായിടത്തും 6 ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞ പോലെ അത് 6-ൽ കൊണ്ട് എഴുതി വെക്കരുത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് പുതിയൊരു സ്കീമായി മാറി. അത് JRY ആണ്. അത് 7-ാം പദ്ധതിയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ ലക്ഷ്യം വെച്ച മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വാർത്താവിനിമയ ഗതാഗത മേഖലകളിലെ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ഏത് പദ്ധതിയാന്ന് ചോദിച്ചാൽ അതേതാണ്? 7-ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താ പറഞ്ഞത്? വാർത്താവിനിമയ ഗതാഗത മേഖലകളിലെ പുരോഗതി അല്ലെ, ആ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ഏത് പദ്ധതി കാലത്താണ്? 7-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ അതും കൂടി ചോദിക്കുന്നതാണ്. നമുക്കറിയില്ലേ ആധുനികവൽക്കരണം ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ വാർത്താവിനിമയ രംഗത്തും അതുപോലെ തന്നെ ഗതാഗത മേഖലയിലൊക്കെ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു പദ്ധതിയിൽ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക.
അടുത്തത് എട്ടാം പദ്ധതിയാണ്. അല്ല സോറി, എട്ടാം പദ്ധതിയുടെ മുന്നേ എന്ത് ചെയ്തു? ഒരു വാർഷിക പദ്ധതി വന്നു. നമ്മൾ പ്ലാൻ ഹോളിഡേ അല്ലെങ്കിൽ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് പോലെ വാർഷിക പദ്ധതി വന്നിട്ടുണ്ട്. അതെന്താണ്? 90 മുതൽ 92 വരെ അല്ലെ, അതായത് 2 വർഷക്കാലമായിരുന്നു വാർഷിക പദ്ധതി വന്നത്. ഇവിടെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയിലെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാന ഒരു കുതിച്ചുചാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയല്ലേ, അത് സംഭവിച്ചതല്ലേ നമ്മുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ വന്നത് ഈ ഒരു 90-92 കാലഘട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വാർഷിക പദ്ധതിയായിരുന്നു. 90-92 2 വർഷത്തെ ഒരു വാർഷിക പദ്ധതിയായിരുന്നു. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ അല്ലേ നരസിംഹറാവു സർക്കാരായിരുന്നു ആ സമയത്ത് അവർ നടപ്പിലാക്കിയിട്ടുള്ള പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചതായിരുന്നു ഈ ഒരു പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്നത്. അതൊക്കെ വന്നത് ഈ ഒരു വാർഷിക പദ്ധതിയിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ 7ാം പദ്ധതി കഴിഞ്ഞിട്ട് നേരെ 8ലോട്ടല്ല പോയത്. അവരെന്ത് ചെയ്തു? ഒരു 2 വർഷക്കാലം അല്ലെ, 2 വർഷക്കാലം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് 2 വർഷത്തെ ഒരു വാർഷിക പദ്ധതിയാണ് നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ടതിലെ നമ്മൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണമാണ്. അപ്പൊ ഈ ഒരു പുത്തൻ സാമ്പത്തിക പരിഷ്കാരം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്കതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം, പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ഒക്കെ നടപ്പിലാക്കിയത് ഒരു വാർഷിക പദ്ധതിയിലാണ്. 90-92 കാലഘട്ടത്തിലാണ് അല്ലെ, നരസിംഹറാവു സർക്കാരായിരുന്നു എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്തത് നമ്മൾ ഇനി 8ാം പഞ്ചവത്സര പദ്ധതിയിലോട്ട് പോവുകയാണ്. ഇവിടെ 92-ലല്ലേ അവസാനിച്ചത് വാർഷിക പദ്ധതി. വീണ്ടും അങ്ങോട്ട് 5 വർഷം തന്നെ വന്നു. 92 മുതൽ 97 വരെയാണ് അല്ലെ. ഈ ഒരു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പദ്ധതി വേറൊരു പേരിലും അറിയപ്പെട്ടു. അതേതാണ്? മൻമോഹൻ മാതൃക എന്നറിയപ്പെട്ടു. അപ്പൊ അത് ചോദിക്കാറുണ്ട്, മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓർത്തു വെച്ചേക്കണം. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ വേറൊരു പേരാണ് എന്താ? മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്നത്. ഇവിടെ ലക്ഷ്യം വെച്ചത് എന്താണ്? മാനവശേഷി വികസനമാണ് അല്ലെ. മാനവശേഷി വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം ഒക്കെ നിലവിൽ വന്നത് ഈ ഒരു സമയത്താണ് അല്ലെ. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ നമുക്കറിയാം അല്ലെ, 92 കാലഘട്ടത്തിലാണ്. അപ്പൊ 8ാം പഞ്ചവത്സര പദ്ധതി എന്നാണ്? 92 മുതൽ 97 വരെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.6% ആയിരുന്നു. എന്നാൽ കൈവരിച്ചത് എന്താണ് അല്ലെ? വലിയ മാറ്റമാണ് ഉണ്ടായത്. 6.8% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പറ്റി. അത് ഇമ്പോർട്ടന്റ് ആണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലക്ഷ്യം വെച്ചതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാമ്പത്തിക വളർച്ച. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 8ാമത്തെ പദ്ധതി 92 മുതൽ 97 വരെയാണ്. മൻമോഹൻ മാതൃക എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ മാനവശേഷി വികസനത്തിനാണ് ഇത് ഊന്നൽ നൽകിയത്. പഞ്ചായത്ത് രാജ് സംവിധാനം ഒക്കെ വന്നതും ഈ ഒരു 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി അടുത്തത് നമുക്ക് 9ാം പദ്ധതിയാണ് അല്ലെ. 9ാം പഞ്ചവത്സര പദ്ധതി വീണ്ടും 5 വർഷം. 97-ൽ അവസാനിച്ചത്. വീണ്ടും 5 വർഷം എന്ന് പറയുമ്പോൾ 97 മുതൽ 2002 വരെയാണ്. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട് ചോദിക്കാറുള്ളതാണ് ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട്, ജനകീയ പദ്ധതി എന്ന് പറയുന്നത് ഏത് പദ്ധതിയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പദ്ധതി, അതും ഓർത്ത് വെച്ചേക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം അല്ലെ, 50ാം വാർഷികം കഴിഞ്ഞപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെ. നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? 50, 9 അങ്ങനെ ഓർത്ത് വെക്കാം അല്ലെ. 50ാം വാർഷിക പദ്ധതി എങ്ങനെ? അതായത് 9ാം വാർഷിക പദ്ധതി എന്ന് പറയുന്നത് 50ാം സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം കഴിഞ്ഞിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. 9, 50 അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഇത് ലക്ഷ്യം വെച്ചത് എന്താണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ലക്ഷ്യം വെച്ച പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ ഒന്നാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതി. അത് പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും PSCയുടെ ആൻസർ 10 ആണ് പറയാറ്. ശരിക്കും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 9 ആണ്. എന്നാൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമാക്കിയത് എന്ന് ചോദിച്ചാൽ അത് 10 ആണ് കേട്ടോ. പക്ഷെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും PSC 10 എന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇനി എങ്ങാനും ചോദിക്കുക സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതി എന്ന് പറഞ്ഞാൽ 10 കണ്ടിട്ടില്ലെങ്കിൽ അത് 9 ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം.
അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുടുംബശ്രീയിലെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണല്ലേ കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വന്നതായിരുന്നു എന്ത് കുടുംബശ്രീയിലെ 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിക്കുന്നത്. അപ്പോ ചോദിക്കാറുണ്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് 9ാം പദ്ധതിയാണ് അല്ലെ, 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ജനകീയ പദ്ധതി എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം അല്ലെ, 50ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പദ്ധതിയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണ് ഇത് ലക്ഷ്യം വെച്ചത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതിയും കൂടിയായിരുന്നു. അതുപോലെ തന്നെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി അതൊക്കെ എന്താണ്? 9 അടുത്തത് 10 വീണ്ടും 5 വർഷം അല്ലെ, അതായത് 2002 അവസാനിച്ചത് 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് മൂലധന നിക്ഷേപം അല്ലെ? നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? 10 രൂപ മൂലധനം വെച്ച് എന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. 10 രൂപ എന്താ ഒരു മൂലധനമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ 10ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ടുള്ള പദ്ധതിയും കൂടിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. ഈ ഒരു പദ്ധതിയെ വേറെ പേരിൽ അറിയപ്പെടുന്നുണ്ട് കേരള മോഡൽ വികസന പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതും ചോദിക്കാറുണ്ട്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ അല്ലേ നമ്മൾ പറഞ്ഞു 10 രൂപയാണ് മൂലധനം എന്നൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ 10ാം പഞ്ചവത്സര പദ്ധതിയാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതി. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ടുള്ളത്. PSC എപ്പോഴും ചോദിക്കാറുള്ളത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി 10ാം പദ്ധതിയായിട്ടാണ് പറയാറുള്ളത് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ കാലയളവ് എന്താണ് അല്ലെ നമ്മൾ കൃത്യമായിട്ട് പോകുന്നുണ്ട്. 5 വർഷമായിട്ട്. അപ്പൊ 2002 മുതൽ 2007 വരെയാണ് ഈ ഒരു കാലഘട്ടം. ദെൻ അടുത്തത് 11 11 വീണ്ടും അല്ലെ 2007 അവസാനിച്ചത്. 2007 മുതൽ 5 വർഷം എന്ന് പറഞ്ഞാൽ 2012 ഇവിടെ ലക്ഷ്യം വെച്ചത് എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള വികസനമാണ് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതി ചോദിച്ചാൽ അതേതാണ്? 11 ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അത് ചോദിക്കുന്നതാണ് എപ്പോഴും. മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനം ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? 11 അതുപോലെയാണ് ആധാറിലെ ആധാർ പദ്ധതി നിലവിൽ വന്നത് എന്നാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആധാർ ഒക്കെ അല്ലെ, ഏതാണ് വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. 2009 കേട്ടോ. 2009 ജനുവരി 28 തോന്നുന്നു. അപ്പൊ 2009 നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അന്നാണ് ആധാർ വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് അല്ലെ? 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഈ ഓരോ പദ്ധതികൾ ഏതാ വർഷം എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിൽ വരുന്ന മറ്റുള്ള വർഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, അതൊന്ന് നേരെ കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ 8% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചിരുന്ന ഒരു പദ്ധതിയും കൂടിയാണ് ഏതാ? 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ് അല്ലെ? മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള വികസനമാണ്. അപ്പൊ അത് ചോദിക്കുന്നതാണ്. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ ആധാർ പദ്ധതി വന്നതും ഏത് സമയത്താണ്? ഈ ഒരു 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലെ ആധാർ എന്നാ വന്നത്? 2009 അടുത്തത് ലാസ്റ്റ് വൺ 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. വീണ്ടും 5 വർഷം അല്ലെ, 2012 മുതൽ 5 വർഷം എന്ന് പറഞ്ഞാൽ 2017 അല്ലെ. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളത് സുസ്ഥിര വികസനം അല്ലെ. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി ചോദിച്ചാൽ അതേതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ 12ാം പഞ്ചവത്സര പദ്ധതിയിൽ വേറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല. ആകെ ഈ ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഏതാണ്? സുസ്ഥിര വികസനം അല്ലെ. അപ്പൊ എല്ലാവരും ഉൾക്കൊള്ളിക്കുന്നത് ഏതിലാണ്? 11 എന്നാൽ 12ലാണ് സുസ്ഥിര വികസനം വരുന്നത്. ഓക്കെ, അപ്പോ പഞ്ചവത്സര പദ്ധതിയോ അപ്പോൾ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി അല്ല, നമ്മളിപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഠിക്കാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പോയിന്റ് ആക്കി ഇങ്ങനെ പഠിച്ചു പോവുക. വർഷങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാം. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴാണ്. ആദ്യമൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഇടയിൽ വരുമ്പോൾ ഇങ്ങനെ റോളിംഗ് പ്ലാൻ ആയിട്ടും പ്ലാൻ ഹോളിഡേ ഒക്കെ വരുന്നുണ്ട്. അത് 2-3 വർഷമൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുമ്പോൾ 1951 അല്ലെ, 51 മുതൽ 5 വർഷം 56 വരെയാണ്. 2 വീണ്ടും 56 മുതൽ 61 വരെയാണ്. 3 61 മുതൽ 66 വരെയാണ് അല്ലെ. പിന്നീട് എന്താ സംഭവിച്ചത്? പ്ലാൻ ഹോളിഡേ ആണ്. അപ്പൊ ഇതുവരെ 3 വരെ കുഴപ്പമില്ല, കറക്റ്റ് 5 വർഷം വരെയാണ്. പിന്നീട് പ്ലാൻ ഹോളിഡേ വരുന്ന സമയത്ത് 3 വർഷമാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പൊ 66 മുതൽ 69 വരെയാണ്.
പിന്നെ നാലാമത്തത് വരുമ്പോൾ വീണ്ടും 5 വർഷമാണ് 69 മുതൽ 74 വരെ. പിന്നീട് അഞ്ചാമത്തതാകുമ്പോൾ 74 മുതൽ 78 വരെ അല്ലേ. പിന്നീട് അത് 5 വർഷം വരുന്നില്ല, 4 വർഷമാണ് വന്നിട്ടുള്ളത്. വീണ്ടും അവിടെ എന്താ സംഭവിച്ചത്? റോളിംഗ് പ്ലാൻ വന്നു. 2 വർഷത്തേക്കാണ് 78 80 നമ്മുടെ ജനതാ ഗവൺമെന്റ് ആണ് ആ സമയത്ത് വന്നത്. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നീട് വീണ്ടും 6 7 ഒക്കെ എന്താണ് കറക്റ്റ് അല്ലെ, 5 വർഷം തന്നെയാണ്. 80 മുതൽ 85, 85 മുതൽ 90 വരെയാണ്. പിന്നീട് വാർഷിക പദ്ധതിയിലെ, അതായത് നമ്മുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വർഷത്തേക്കുള്ള വാർഷിക പദ്ധതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, 90 മുതൽ 92 വരെ. പിന്നീട് വീണ്ടും 5 വർഷം തന്നെയാണ്, 92 മുതൽ 5 വർഷം 97 അല്ലേ. അതുപോലെ തന്നെ 9ാമത്തത് 97 മുതൽ 2002. പിന്നീടൊക്കെ അങ്ങോട്ട് ഉള്ളതൊക്കെ എന്താണ് ഓരോരോ 5 വർഷം കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു പ്ലാൻ ഹോളിഡേ, റോളിംഗ് പ്ലാൻ, വാർഷിക പദ്ധതിയൊക്കെ കറക്റ്റ് ചെയ്ത സമയത്താണ് നോക്കി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നവരെ താങ്ക് യു.